ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഓൺ ടീച്ചർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടായിരുന്നു. സ്റ്റോൺ ഏജും അതിൻ്റെ ഡിവിഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആ 3 ഡിവിഷൻസിനെ കുറിച്ചിട്ടാണ്. അതായത് പാലിയോലിത്തിക് സൈറ്റ്സ് അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അവയുടെ പ്രത്യേകതകളും ഇമ്പോർട്ടൻറ്റ് സൈറ്റുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ 5 lakh BC ടു 10,000 BC വരെയാണ് പാലിയോലിത്തിക് ഏജിൻ്റെ മൊത്തം ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് ഹണ്ടേഴ്സിൻ്റെയും ഫുഡ് ഗ്യാദേഴ്സിൻ്റെയും പീരീഡിനെയാണ് പാലിയോലിത്തിക് ഏജ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹണ്ടേഴ്സും ഫുഡ് ഗ്യാദേഴ്സുമാണ് അവിടെ ഉണ്ടായിരുന്നത് കൂടുതലും. ദെൻ പാലിയോലിത്തിക് എന്ന ടേം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഉപയോഗിക്കുന്നത് 1865 ജോൺ ലെബോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റാണ്. ഓക്കെ, ദെൻ ക്വാർട്സൈറ്റ് എന്ന് പറഞ്ഞ ഒരു തരം സ്റ്റോൺ ആണ്. അപ്പോൾ ക്വാർട്സൈറ്റ് കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ സ്റ്റോൺ ടൂൾസ് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ മനുഷ്യരെ ക്വാർട്സൈറ്റ് മെൻ എന്നും പാലിയോലിത്തിക് മെൻ എന്നും വിളിച്ചിരുന്നു. ഓക്കെ, ദെൻ പാലിയോലിത്തിക് ഏജിലെ സ്റ്റോൺ ടൂൾസിന്റെ സ്വഭാവത്തിന്റെയും അവിടുത്തെ കാലാവസ്ഥ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പാലിയോലിത്തിക് ഏജിനെ 3 വേർതിരിച്ചിട്ടുണ്ട്. അവയാണ് ദ ലോവർ പാലിയോലിത്തിക് ഏജ്, ദ മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് ദ അപ്പർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോവർ പാലിയോലിത്തിക് ഏജ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 5 lakh BC ടു 1 lakh BC വരെയാണ് ലോവർ പാലിയോലിത്തിക്കിൻ്റെ ഏജ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഈ 3 പീരീഡിലെയും ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. ഇവിടുത്തെ ടൂൾ ടൈപ്സ് എന്ന് പറയുന്നത് ഹാൻഡ് ആക്സസും ഏറ്റവും ഫസ്റ്റത്തെ ടൂൾസ് ആയിരുന്നു. സോ ഹാൻഡ് ആക്സസും ക്ലീവേഴ്സും ചോപ്പേഴ്സും ആൻഡ് ചോപ്പിംഗ് ടൂൾസും ആയിരുന്നു ഇവിടുത്തെ പ്രത്യേക പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ലോവർ പാലിയോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ബാലൻ വാലി മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമാണുള്ളത്. ദെൻ രണ്ടാമത്തെ ബിംബേഡ്ക കേവ്സ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബിംബേഡ്ക കേവ്സ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണുള്ളത്. ദെൻ പിന്നുള്ള ഒരു സൈറ്റാണ് ബാഗോർ, അത് രാജസ്ഥാനിലാണുള്ളത്. നെക്സ്റ്റ് ആണ് പാറ്റ്നെ, നന്ദിപാലെ എന്ന് പറയും അവിടുത്തെ പ്രദേശത്തെ. ദെൻ അത് മഹാരാഷ്ട്രയിലാണുള്ളത്. ആൻഡ് കുർണൂൽ കേവ്സ് അത് ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. ദെൻ സിംഗ്ബം എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണുള്ളത്. ആൻഡ് സോൺ വാലി എന്ന് പറയുന്നത് വെസ്റ്റ് പഞ്ചാബിലാണുള്ളത്, അതായത് പാകിസ്ഥാനിൽ. വെസ്റ്റ് പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലോവർ പാലിയോലിത്തിക് ഏജിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാം മിഡിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന ടൈം പീരീഡ് ഏതായിരുന്നു. മിഡിൽ പാലിയോലിത്തിക് ഏജിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 lakh ടു 40,000 BC വരെയായിരുന്നു മിഡിൽ പാലിയോലിത്തിക് ഏജ്. ഇതെന്ന് പറയുന്നത് ഓൾഡ് ഏജിൻ്റെ, അതായത് ലോവറിൻ്റെയും അപ്പറിൻ്റെയും ഇടയിൽ വരുന്ന മിഡിൽ പീരീഡ് ആണ് മിഡിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ടൂൾ ടൈപ്സ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലേക്സ്, ക്രൂഡ്സ്, പെബിൾ ഇൻഡസ്ട്രി, ബ്ലേഡ്സ്, പോയിന്റ്സ്, ബോറേഴ്സ്, ഇതൊക്കെയായിരുന്നു. അതായത് വളരെ കൂർത്ത മൊനകളുള്ള ടൂൾസാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. കല്ലുകൊണ്ട് തന്നെ വലിയൊരു കഷ്ണത്തിൽ നിന്ന് ചെത്തി എടുത്തിട്ടുള്ള ഫ്ലേക്സ്, അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ അതിങ്ങനെ മുറിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പോലെയുള്ള ബ്ലേഡ്സ് പോലെയുള്ള ടൂൾ ടൈപ്സ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ലോവർ കാലഘട്ടത്തിൽ വളരെ കാഠിന്യമുള്ള ചോപ്പേഴ്സ്, ഭയങ്കര കോർ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മിഡിൽ പാലിയോലിത്തിക്കിലേക്ക് വന്നപ്പോഴേക്കും എന്തായി മാറ്റം? അത് ബ്ലേഡ് ടൈപ്പ് ടൂൾസ് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനി ഈ മിഡിൽ പാലിയോലിത്തിക് ഏജിലെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആണ് ഫസ്റ്റ് വൺ നേവാസ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണുള്ളത്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ബിംബേഡ്ക മധ്യപ്രദേശിലാണുള്ളത്. നമ്മൾ ഫസ്റ്റത്തേൽ പറഞ്ഞു. അപ്പോൾ ലോവർ പാലിയോലിത്തിക്കിൻ്റെയും മിഡിൽ പാലിയോലിത്തിക് ഏജിൻ്റെയും ടൂൾ ടൈപ്സിൻ്റെ എവിഡൻസസ് ഈ ബിംബേഡ്ക എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോവറിലും നമ്മൾ ഈ സൈറ്റ് കണ്ടത്, മിഡിലും നമ്മൾ ഈ സൈറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെയുള്ള ഒരു സൈറ്റാണ് ബാഗോർ നമ്മൾ പറഞ്ഞു. ദെൻ രാജസ്ഥാനിലാണ് ഉള്ളത്. ദെൻ സിംഗ്ബം അത് ജാർഖണ്ഡിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് മിഡിൽ പാലിയോലിത്തിക് ഏജിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് അപ്പർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് 40,000 BC ടു 10,000 BC വരെയാണ് അപ്പർ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്.
ഇവിടെയുള്ള ടൂൾ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബറിൻസ്, സ്ക്രാപ്പേഴ്സ്, ഫ്ലിൻറ്റ് എന്നിവയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ടൂൾ ടൈപ്സ്. അപ്പോൾ മിഡിൽ പാലിയോലിത്തിക്കിൽ നിന്ന് അപ്പർ പാലിയോലിത്തിക്കിലേക്ക് വന്നപ്പോഴേക്കും വളരെ ചെറിയ ടൂൾസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. മുറിക്കാനും കീറാനും ഒക്കെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള സ്ക്രാപ്പേഴ്സൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ദെൻ അപ്പിയറൻസ് ഓഫ് മോഡേൺ മാൻ, അതായത് ഇവിടുത്തെ മനുഷ്യരെന്ന് പറയുന്നത് ഒരു ഹോമോസാപ്പിയൻസ് രൂപത്തിലുള്ളവരായിരുന്നു. ഹോമോസാപ്പിയൻസ്, അതായത് അപ്പിയറൻസ് ഓഫ് മോഡേൺ മാൻ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്, അതായത് അപ്പർ പാലിയോലിത്തിക് ഏജിലെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആയിരുന്നു കുർനൂൽ കേവ്സ്, ആന്ധ്രാപ്രദേശിലാണ് അതുള്ളത്. ദെൻ നെക്സ്റ്റ് ബാലൻ വാലി, മധ്യപ്രദേശിലാണുള്ളത്. ദെൻ നേവാസ, മഹാരാഷ്ട്രയിലാണുള്ളത്. ആൻഡ് സബർമതി വാലി ഗുജറാത്തിലാണുള്ളത്. പഹൽഗാം നമുക്ക് എല്ലാവർക്കും അറിയാം, കാശ്മീർ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പഹൽഗാം എന്ന് പറയുന്നത് കാശ്മീരിലാണ്. ദെൻ ഹത്നോറ, നർമ്മദ വാലി, ബിംബേഡ്ക, ആഡംഗർ, ഈ 4 എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഉള്ളത്. ഹത്നോറയൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്. ബിംബേഡ്ക, ആഡംഗർ ഒക്കെ ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്. അപ്പോൾ മധ്യപ്രദേശിലാണ് അതുള്ളത്. ഈ ഹത്നോറയിലാണ് നമുക്ക് ഹ്യൂമൻ സ്കള്ള് കിട്ടിയെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പർ പാലിയോലിത്തിക് ഏജിലെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പീരീഡാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. മെസോലിത്തിക് ഏജിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 10,000 BC ടു 6,000 BC വരെയാണ്. ഓക്കെ, ഹണ്ടേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഹണ്ടേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇടയന്മാർ, കന്നുകാലികൾ വളർത്തി നടന്നിരുന്ന ആൾക്കാരാണ് ഹേർഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകത എന്താണ്? അവരൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് താമസിച്ച് ജീവിച്ചിരുന്നവരല്ല. അവർ എന്താണ്, കന്നുകാലികളെ കൊണ്ട് മേച്ച് നടന്നിരുന്ന ആൾക്കാരായിരുന്നു. ഒരു സ്ഥലത്ത്, ഇന്നിപ്പോൾ ഒരു സ്ഥലത്താണെങ്കിൽ മറ്റൊരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു ഈ ഹേർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെസോലിത്തിക് ഏജിലെ ടൂൾസിൻ്റെ പ്രത്യേകതയാണ് മൈക്രോലിത്ത് എന്ന് പറയുന്നത്. മൈക്രോലിത്ത്സ് വളരെ ചെറിയ, വളരെ സ്മോൾ ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് മൈക്രോലിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മൈക്രോലിത്ത്സ് ഓർ സ്മോൾ പോയിന്റഡ് ആൻഡ് ഷാർപ്പ് സ്റ്റോൺ ടൂൾസ് ആണ് മെസോലിത്തിക് ഏജിലെ സ്റ്റോൺ ടൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ് ലൈക്ക് കൗസ്, ഹോഴ്സസ് ആൻഡ് ഫാം എനിമൽസിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്, സൈറ്റുകളാണ് മധ്യപ്രദേശിലെ ആഡംഗർഹും രാജസ്ഥാനിലെ ബാഗോർ എന്ന സൈറ്റും. അപ്പം മെസോലിത്തിക് സൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈറ്റ്സ് ആണ് ആഡംഗർ ആൻഡ് ബാഗോർ എന്ന് പറയുന്നത്. ചില സൈറ്റുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വേറെ സ്ഥലത്തും വേറെ ഏജിലും ഉണ്ടെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ നിന്നും ഈ കാലഘട്ടത്തിലൊക്കെ എവിഡൻസസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒരുപാട് മെസോലിത്തിക് ആർട്ട് ആൻഡ് പെയിൻറ്റിങ്സിൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ള സൈറ്റുകളാണ് ബിംബേഡ്ക, ആഡംഗർ ആൻഡ് പർതാബ്ഗർ ആൻഡ് മിർസാപൂർ എന്നിവ. അപ്പോൾ ബിംബേഡ്ക കേവ്സ് നമുക്കറിയാം, 500-ലധികം കേവ്സ് കണ്ടെടുത്തിട്ടുള്ള സ്ഥലമാണ് ബിംബേഡ്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആർട്സ് ആൻഡ് പെയിൻറ്റിങ്സ് ലഭിച്ചിട്ടുള്ള സൈറ്റുകൾ ബിംബേഡ്ക, ആഡംഗർ, പർതാബ്ഗർ ആൻഡ് മിർസാപൂർ എന്നിവയാണ്. ഓക്കെ, ഇനി മെസോലിത്തിക് സൈറ്റ്സ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെസോലിത്തിക് സൈറ്റ്സ് എന്ന് നോക്കാം. ലംഗ്നജ് ഗുജറാത്തിലാണുള്ളത്. ആൻഡ് തിൽവാര ബാഗോറിൽ രാജസ്ഥാനിലാണുള്ളത്. ദെൻ പാറ്റ്നെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണുള്ളത്. ഡംഡമ ഉത്തർപ്രദേശിലാണുള്ളത്. ചൊപ്പാനി മണ്ടോ UP-യിലാണുള്ളത്. പച്മാരി ആൻഡ് ബിംബേഡ്ക ആൻഡ് ആഡംഗർഹ് മധ്യപ്രദേശിലാണുള്ളത്. ആൻഡ് സങ്കനക്കല്ല് എന്ന് പറഞ്ഞ സൈറ്റ് കർണാടകയിലാണുള്ളത്. ആൻഡ് ഗൗരി ഗുണ്ടാം എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് മെസോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ സൈറ്റ്സും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കുറേയധികം സൈറ്റ്സ് ഉണ്ട്. ഈ പാലിയോലിത്തിക്കിലാണെങ്കിലും മെസോലിത്തിക്കിലാണെങ്കിലും നിയോലിത്തിക്കിലാണെങ്കിലും ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് സൈറ്റ്സ് ആണ് ഇവിടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സൈറ്റ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഏജ് ആണ് എന്തെന്ന് പറയുന്നത്? നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. നിയോ മീൻസ് ന്യൂ സ്റ്റോൺ ഏജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നിയോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 6000 BC ടു 1000 BC വരെയാണ് കണക്കാക്കപ്പെടുന്നത് നിയോലിത്തിക് ഏജ്. സോ ഈ നിയോലിത്തിക് ഏജിൻ്റെ ഇമ്പോർട്ടൻറ്റ് സൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഏജ് ഓഫ് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആണ്. ഈ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് കൃഷിയൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. പൂർണ്ണമായും മൈക്രോലിത്സ് ഇല്ലാത്ത ഒരേ ഒരു സൈറ്റാണ്
ഉണ്ടായിരുന്നത് അത് കാശ്മീർ ആയിരുന്നു. ഓക്കെ, പൂർണ്ണമായിട്ടും മൈക്രോലിത്തുകളുടെ എവിഡൻസ് ലഭിക്കാത്ത സൈറ്റ് ആയിരുന്നു കാശ്മീർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഫാക്റ്റുകളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചിരാന്ത് ആൻഡ് കാശ്മീർ എന്നീ സൈറ്റുകളിൽ മാത്രമാണ് കൺസിഡറബിൾ ബോൺ ഇംപ്ലിമെൻറ്റ്സ് കണ്ടെടുത്തിട്ടുള്ളത്. കൺസിഡറബിൾ ആയിട്ടുള്ള ഗണ്യമായ അളവിൽ ബോൺ ടൂൾസ്, ബോൺ ഇംപ്ലിമെൻറ്റ്സ് കണ്ടെടുത്തിട്ടുള്ള 2 സൈറ്റുകളാണ് ചിരാന്ത് ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫാക്റ്റാണ് ബുർസാഹോം എന്ന സൈറ്റിൽ നിന്നുമാണ് ഡോഗ്സിനെയും അവരുടെ യജമാനെയും ഒരുമിച്ച് കുഴിച്ചിട്ടിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ആ ഒരു സൈറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെറ്റ് എക്സാമിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് സൈറ്റിൽ നിന്നാണ് ഡോഗ്സിനെയും അവരുടെ മാസ്റ്റേഴ്സിനെയും ഒരുമിച്ച് ബറി ചെയ്തിട്ടുള്ള സൈറ്റ് ഏതാണെന്ന്? ബുർസാഹോമാണ്, മറക്കരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കാര്യമാണ് അലഹബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് 6th മില്ലേനിയം BC-യിൽ റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ്? അലഹബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്നിട്ടാണ് നമുക്ക് റൈസ് കൾട്ടിവേഷൻ്റെ എവിഡൻസസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിയോലിത്തിക് ഏജിലെ കാര്യങ്ങൾ ഇത്രയാണ്. ഇനി അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്, നിയോലിത്തിക് ഏജിലെ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബുർസാഹോം, ഗുഫ്ക്രാൾ, ഇവ കാശ്മീരിലാണുള്ളത്. ഈ രണ്ടും കാശ്മീരിലാണുള്ളത്. മെഹർഗർ, കിലിഗുൽ മുഹമ്മദ് എന്നീ 2 സൈറ്റും ബലൂചിസ്ഥാനിലാണുള്ളത്. ആൻഡ് ചൊപ്പാനി മണ്ടോ ഉത്തർപ്രദേശിലാണുള്ളത്. ചിരാന്ത്, ചെച്ചാർ എന്ന് പറയുന്ന 2 സൈറ്റ് ബീഹാറിലാണുള്ളത്. തക്കലക്കോട്ട, സങ്കനക്കല്ല്, നാർസിപൂർ, ഹാലൂർ, കുപ്ഗാൾ, കോഡക്കൽ ആൻഡ് ബ്രഹ്മഗിരി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് കർണാടകയിലാണുള്ളത്. ഒരുപാട് സൈറ്റ് ഉണ്ടല്ലേ കർണാടകയിൽ. ദെൻ നാഗാർജുനകൊണ്ട, പിക്ലിഹൽ, ഉട്നൂർ എന്നീ സൈറ്റുകൾ ആന്ധ്രാപ്രദേശിലാണുള്ളത്. ആൻഡ് പയ്യാമ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് തമിഴ്നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏജിലെയും കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക, എല്ലാ എക്സാംസിനും ചോദിക്കുന്നതാണ്. സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്